എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ എന്താണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വാർത്തയെന്ന് വെച്ചാൽ ചിൽഡ്രൻസ് ഹോമിൽ കുട്ടികൾ തമ്മിലുള്ള കടിപിടിയിൽ അടികൂടലിൽ 17കാരൻ്റെ തലമണ്ട ചുറ്റിലിന് അടിച്ചു പൊളിച്ചു, കുട്ടി മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ്. മറ്റേ കുട്ടിയെ ഇത് ചെയ്ത കുട്ടിയെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റി കൊണ്ടുപോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിന് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എന്തായാലും ആ ഒരു വാർത്ത നിങ്ങളെ നേരിട്ട് കേൾപ്പിച്ചു തരാം. നടന്നിരുന്നു. രാത്രിയോടെ പ്രശ്നം പറഞ്ഞു തീർത്തു. തന്നെ അന്തേവാസിയായ 15കാരൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ രാത്രി ഇരുവരും തമ്മിൽ തർക്കം നടന്നിരുന്നു. രാത്രിയോടെ പ്രശ്നം പറഞ്ഞു തീർത്തു. കീഴ്ചുണ്ടിന് പരിക്കേറ്റ 15കാരൻ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുമ്പോൾ അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. ഇതോടെ ദേഷ്യവും സങ്കടവും തോന്നി. ഓഫീസ് മുറിയിലിരുന്ന ചുറ്റിക എടുത്ത അങ്കിത്തിന്റെ തലക്കടിക്കുകയായിരുന്നു. അങ്കിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇതിലിപ്പം പ്രതിയായിട്ടുള്ള കുട്ടിയും പ്രായപൂർത്തിയാകാത്ത കുട്ടിയായതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം നടപടികൾ ചെയ്തു വരുന്നുണ്ട്. എന്നാൽ ഒരു കൊലപാതക കേസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളും അതിനു വേണ്ടിയുള്ള സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഈ സയന്റിഫിക് ആയിട്ടുള്ള പരിശോധനകളും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകും. ചിൽഡ്രൻസ് ഹോമിലെ കെയർടേക്കർമാർക്ക് വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കെയർടേക്കർമാർ രണ്ടുപേർ ഈ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വന്നതിന് ശേഷം അവർക്കെതിരെ നടപടി വേണമെന്നുള്ളത് അതിൽ തീരുമാനിക്കും. 2023 മുതൽ തൃശൂർ ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയാണ് അങ്കിത്. കൊല നടത്തിയ 15കാരൻ 1 മാസം മുമ്പാണ് ചിൽഡ്രൻസ് ഹോമിൽ എത്തിയത്. 24 തൃശൂർ. എന്താല്ലേ ഈ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ ഭാവിയിൽ എന്തായി തീരുമെന്ന് ചിന്തിച്ചിട്ട് ഒരു അന്തവും ഇല്ല. ജീവിതകാലം മൊത്തവും ഈ കുട്ടികളെ ജുവനൈൽ ഹോമിൽ ആക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇത് എന്താ സംഭവിക്കുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും ഒരു പിടുത്തവുമില്ല. സത്യം പറഞ്ഞാൽ 2 കുട്ടികളുടെ അമ്മയാണ് ഞാൻ. എനിക്ക് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ നേരം വെളുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നു. അവർ പിന്നീട് ഈ പക്ഷികൾ കൂടണയുന്നത് പോലെ അവർ സ്കൂൾ വിട്ട് അവർ തിരികെ വീട്ടിൽ വരുന്നു. ഇതിൻ്റെ ഇടയിലുള്ള ഒരിത്തിരി സമയം എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും വീട്ടിലിരിക്കുന്ന നമുക്കറിയില്ലല്ലോ. നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നല്ല കുട്ടികളാണ്, അത് മാത്രമേ നമുക്കറിയാവൂ. നമ്മുടെ വീട് വിട്ട് പുറത്ത് പോയി കഴിയുമ്പോഴുള്ള അവരുടെ ക്യാരക്ടർ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. എല്ലാ അച്ഛനമ്മമാർക്കും മക്കൾ പിഞ്ചോമനകളാണ്. പക്ഷേ അവരുടെ ശരിക്കുള്ള വളർച്ച എന്താണെന്ന് നമുക്കറിയില്ല. ഒരിക്കലും അച്ഛനും അമ്മയും അറിയില്ല, അല്ലെങ്കിൽ അവരറിയാൻ ശ്രമിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും? അതുപോലെ തന്നെ വെറും 17 വയസ്സിൽ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്ന, അല്ലെങ്കിൽ വിട പറയിച്ച ആ ഒരു കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് കാരണം കൊണ്ടാണോ അവൻ ആ ചിൽഡ്രൻസ് ഹോമിൽ എത്തിയതെന്ന് അറിയില്ല. ഇനി അഥവാ അവൻ്റെ വീട്ടുകാരൊക്കെ ജീവിച്ചിരുന്നിട്ട് വളർത്താനുള്ള സാഹചര്യമില്ലാഞ്ഞിട്ടാണോ? അതേക്കുറിച്ചും അറിയില്ല. പിന്നെ എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു ചിൽഡ്രൻസ് ഹോമിൽ ഉള്ള ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ വീഴ്ച വന്നിട്ടുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഈ 15കാരന് എങ്ങനെ അറിയാൻ സാധിച്ചു ഓഫീസ് റൂമിൽ ഇതുപോലെ ഒരു ചുറ്റിക ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു? അപ്പോൾ ഇതൊക്കെ കുട്ടികൾ ഉപയോഗിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് എടുക്കത്തക്ക രീതിയിലാണോ ഇതൊക്കെ സൂക്ഷിക്കേണ്ടത്? അത് തീർച്ചയായും അവിടുത്തെ ആ ഒരു സ്ഥലത്തെ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തെ ജീവനക്കാരുടെ അശ്രദ്ധ തന്നെയാണ്. പറയുന്നത് പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ വരുന്ന കുട്ടികൾ അധികവും കുഴപ്പക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്. കുറച്ച് കുട്ടികളെങ്കിലും, അല്ലെങ്കിൽ ഒരു കുട്ടിയെങ്കിലും ഇതുപോലെ പെട്ടെന്ന് ദേഷ്യം വരുന്നത് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. എല്ലാ കുട്ടികളെയും പറയുന്നില്ല, ഒരെണ്ണം തന്നെ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ ഒന്നും ഇല്ലയെന്ന് തന്നെ വെക്കട്ടെ. പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിൽ കുട്ടികൾ എന്തും ചെയ്യാമെന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ. അപ്പോൾ ഇതുപോലെ ചുറ്റിക പോലുള്ള സാധനങ്ങൾ, മൂർച്ചയേറിയ സാധനങ്ങൾ, ഇതൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികളുടെ കൈയെത്തുന്ന കണക്ക്, അല്ലെങ്കിൽ അവരുടെ കണ്ണെത്തുന്നത് കണക്ക് കൊണ്ടുവയ്ക്കുന്നത് ശരിയായ കാര്യമാണോ? അലക്ഷ്യമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. വളരെ അലക്ഷ്യമായിട്ടാണ് അത് കൊണ്ടവിടെ വെച്ചിരുന്നത്. അതായത് അല്ലെങ്കിൽ എങ്ങനെ ഈ 15കാരന് മനസ്സിലായി ഓഫീസ് റൂമിനകത്ത് ചുറ്റിയിലുണ്ടെന്നുള്ള കാര്യം എങ്ങനെ മനസ്സിലാക്കാൻ പറ്റി?
അപ്പോൾ ഇതൊക്കെ അവിടെ ഉള്ള ജീവനക്കാരുടെ ഭാഗത്ത് നിന്നും ഒരുപാട് അലക്ഷ്യത അല്ലെങ്കിൽ അശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഒരു കുട്ടി ഭൂമുഖത്ത് നിന്നും ഇല്ലാണ്ടുമായി, മറുകുട്ടിയുടെ ജീവിതം കൊണ്ട് അർത്ഥമില്ലാണ്ടുമായി. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ദേഷ്യം വന്നാൽ അവരെന്തും ചെയ്യും, എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കും. അത്രയ്ക്ക് മാറിപ്പോയി. ശരിക്കും ഇപ്പോൾ ഒരു ഹണി റോസിൻ്റെ വിഷയം വന്നപ്പോൾ സർക്കാർ ഒരുപാട് നടപടികളൊക്കെ എടുത്തിട്ടുണ്ട്. അതായത് സ്ത്രീകൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർ പരാതിപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അത് കാര്യഗൗരവത്തോടു കൂടി അന്വേഷിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പല കാര്യങ്ങളും പല വാഗ്ദാനങ്ങളും പറയുകയും ഉണ്ടായി. അതിന് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് ഏത് തരത്തിലാണ് നോക്കുന്നത് എന്നുള്ളത് പിന്നീട് ഭാവിയിൽ അറിയാൻ സാധിക്കും. ഇപ്പോൾ അതേക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ തീർച്ചയായും അതിലും ഇതുപോലെ അടിയന്തരമായിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. അത് കൊച്ചുകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളായാലും കൊച്ചുകുട്ടികൾ മറ്റാരെയെങ്കിലും അതിക്രമിക്കുന്നതായാലും ഏത് തരത്തിലായാലും നല്ല രീതിയിലുള്ള വിധികൾ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യം രക്ഷപ്പെടത്തുള്ളൂ. എന്തല്ലേ ഇത് എന്നും കേൾക്കുന്ന ന്യൂസുകൾ മുഴുവൻ ഇത്തരത്തിലുള്ളതാണ്. വലിയ വിഷമം തോന്നി കേട്ടപ്പോൾ. 15 വയസ്സുള്ള കുട്ടികളുടെയൊക്കെ ഉള്ളിൽ ഇത്രയും വലിയൊരു ക്രിമിനൽ ഒളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ വളരെ വേദന തോന്നുന്നു. എങ്ങോട്ടാണ് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പോക്ക് എന്ന് ഓർക്കുമ്പോൾ അറിയില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഓരോ നിമിഷവും പറയുന്നത് മുമ്പൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യയെ ഡിജിറ്റൽ ഇന്ത്യ ആക്കുമെന്ന്. എന്താണ് സാർ ഡിജിറ്റൽ ഇന്ത്യ? ഇതാണോ ഒരു ഡിജിറ്റൽ ഇന്ത്യ? ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ജീവിക്കാൻ തന്നെ ഭയമാകുന്നു. ഇതുപോലെയുള്ള വാർത്തകളല്ലേ ഓരോ നിമിഷവും കേട്ടുകൊണ്ടിരിക്കുന്നത്? ഇതാണോ ഡിജിറ്റൽ ഇന്ത്യ? ശരി, വികസനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതിലേറെ പട്ടിണിയുള്ള സ്ഥലങ്ങളുമുണ്ട്. ഇന്നത്തെ ഈ 2025 ആയിട്ടും പട്ടിണി കിടക്കുന്ന വീടുകൾ ഒരുപാടുണ്ട്. കിടക്കാൻ നല്ലൊരു കൂരയില്ലാഞ്ഞ് താമസിക്കുന്ന ആളുകളും ഉണ്ട്. റോഡ് സൈഡിൽ കിടന്ന് അന്തി ഉറങ്ങുന്ന ആളുകളും ഉണ്ട്. ഇതിലകത്തൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. ഈ കാര്യങ്ങളിലാണ് വികസനം കൊണ്ടുവരേണ്ടത്. ഇതിനെക്കുറിച്ചാണ് ആളുകൾ മാറി ചിന്തിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ദാരിദ്ര്യമില്ലാത്ത ഒരു രാജ്യമാവണം ഇന്ത്യ. അപ്പോഴായിരിക്കും അവിടെ ശരിക്കുള്ള വികസനം വരുന്നത്. ഇതിപ്പോൾ ഞാൻ പറയാൻ വന്ന ടോപ്പിക്ക് ഇതൊന്നും അല്ല. ഞാൻ പറയാൻ വന്ന ഈ കുട്ടികളുടെ കാര്യം കേട്ടപ്പോൾ വലിയ വേദന തോന്നി. അതുകൊണ്ടാണ് പറഞ്ഞു വന്നപ്പോൾ ഇതൊക്കെ കൂടി കയറി വന്നു എന്നേ ഉള്ളൂ. എന്തായാലും ഇനിയെങ്കിലും നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാതിരിക്കട്ടെ. അത്രേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കുക. നമ്മുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് നല്ലതായാലും മോശമായാലും അതെന്ന് വെച്ചാൽ തെറി വിളിക്കണം എന്നല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തേക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.